ഞാനിങ്ങനെ പണ്ട് ബസ്സിലാണ് യോഗത്തിനൊക്കെ പോണത്. അതൊരു 25 കൊല്ലം മുമ്പായിരിക്കും, 4 നൂറ്റാണ്ട് മുമ്പ് പ്രസംഗിക്കാൻ പോവുക ബസ്സിലിങ്ങനെ. അങ്ങനെ പ്രസംഗം കഴിഞ്ഞ് രാത്രിയിൽ ബസ്സിൽ കയറി ഉറക്കം തൂങ്ങി ഇങ്ങനെ വരുമ്പോൾ എനിക്ക് അന്നത്തെ യോഗം ഒരു വിജയിച്ചില്ല. നമ്മുടെ മനുഷ്യനല്ലേ, അങ്ങോട്ടൊരു സക്സസ് ആയില്ലെന്നൊരു തോന്നൽ, എനിക്ക് തൃപ്തിയായില്ല. ഞാനിങ്ങനെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാനീ പറഞ്ഞതുമല്ലോ അവർക്ക് മനസ്സിലായോ? പിന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ എന്നോട് ആരോ ചോദിക്കുക, നിനക്കുമല്ലോ മനസ്സിലായോ? കാരണം എന്നാണെന്നറിയോ, അന്ന് ഞാൻ 150 മൈൽ സ്പീഡിലാണ് പ്രസംഗിക്കുന്നത്. ഓരോ സമയത്ത് ഓരോ ട്രെൻഡല്ലേ. അപ്പം ഞങ്ങളുടെ ആ കാലഘട്ടത്തിലെ കൃഷ്ണൻകുട്ടിയാണ് താരം, കേട്ടിട്ടുണ്ടോ? അപ്പോൾ പുള്ളിയുടെ സ്റ്റൈല് പഠിക്കുകയാണ് ചെറുപ്പക്കാരുടെ എല്ലാം പഠിക്കുക. ബൈബിൾ സ്കൂളിലൊക്കെ ഇതിൻ്റെ ട്രെയിനിങ് ഉണ്ട്, അധ്യാപകരല്ല, ഞങ്ങൾ തന്നെ. അപ്പോൾ പുള്ളിയുടെ ഒരു പുസ്തകം മേടിച്ച് വെച്ച് ഞാനും പഠിച്ചു. മനുഷ്യൻ മണ്ണിൽ ആവിർഭവിച്ച ഭൂതകാലത്തിൻ്റെ അടിത്തല മുതൽ അവൻ മതി വരെ കീഴ്പ്പെടുത്തിയ മഹാവിജയത്തിൻ്റെ മതലഹരി നുണഞ്ഞിറക്കിക്കൊണ്ടിരിക്കുന്നതും മറ്റൊരു ഗോളത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുമായ അത്യന്ത ആധുനിക യുഗത്തെ മതിച്ചു നോക്കിയാൽ മലർന്നു വരുന്ന സത്യം ഒന്നേ ഉള്ളൂ. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. അടുത്തത് കേട്ടോണം. അത്യുജ്വലമായ വെളിച്ചത്തിലൂടെ അടികൾ പിഴയ്ക്കാതെ പോയി മറന്നുപോയി, കാരണം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലോ, എത്തിച്ചേരണമെന്നുള്ള അന്തർദാഹമാണ് അവനുള്ളതെന്നാണ് വസ്തുത. അതായത് മനുഷ്യൻ ജനിച്ച കാലം മുതൽ യഥാർത്ഥ ഒരു വെളിച്ചം കാണണമെന്നായിരുന്നു അവൻ ആഗ്രഹിച്ചത്. ഇത്രയുള്ള കാര്യം. പക്ഷേ ആർക്കൊന്നും പിടികിട്ടില്ല. അതാണ് നമ്മുടെ വിജയം. കാരണം നമുക്ക് പിറ്റേ വർഷം അവിടെ അത് തന്നെ പറയാം. അതാണ് എൻ്റെ വിജയം. ഇങ്ങനെയുള്ള രഹസ്യങ്ങളൊക്കെ പരസ്യമാക്കാൻ പാടില്ലാത്തതാണ്. കർത്താവിൻ്റെ ആത്മാവ് എന്നെ ശാസിച്ചതുപോലെ എനിക്ക് തോന്നി. സ്തോത്രം. അത് കഴിഞ്ഞ് എങ്ങനെയാണ് ഈ ദൈവം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഞെട്ടലുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. ഞാൻ ഈ സുവിശേഷങ്ങൾ തന്നെ വായിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ സുവിശേഷങ്ങളിൽ നിന്ന് മാത്രം പ്രസംഗിക്കാൻ തുടങ്ങി. പഴയ നിയമമൊക്കെ പരമാവധി അങ്ങ് വെട്ടിക്കുറച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായത് കർത്താവ് ഏറ്റവും സിമ്പിള്. കർത്താവിൻ്റെ പ്രസംഗവും കർത്താവിൻ്റെ ബൈബിൾ സ്റ്റഡിയൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ കട്ടിയായിട്ട് പറയണമെങ്കിൽ വിവരം ഇല്ലാതിരുന്നാൽ മതി. സിമ്പിളായിട്ട് പറയണമെങ്കിൽ നല്ല വിവരം വേണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒന്നുകൂടെ കർത്താവിനോട് ചോദിച്ച് എന്താ ഇന്ന് രാത്രി പറയേണ്ടത്, എന്താണ് ഇന്ന് രാത്രി കേൾക്കേണ്ടത്? ആമേൻ. കർത്താവേ, ഈ കുഞ്ഞുങ്ങൾക്ക്, ഈ സഹോദരി സഹോദരന്മാർക്ക് ആവശ്യമുള്ളത് കർത്താവ് വെളിപ്പെടുത്തണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തോട് കുറച്ചുകൂടെ അടുക്കണം എന്നാഗ്രഹം ഉള്ളവർ കൈവക്കാവോ? എല്ലാവരും കൈവക്കി. ശരിക്കും സത്യമായിട്ടാണോ പറഞ്ഞത്? ദൈവത്തോട് അടുത്താലുള്ള കുഴപ്പം കാണിക്കാം. യെശയ്യാപ്രവചനം 6-ാം അധ്യായം 1 മുതൽ വായിച്ചു. ആ ആ വായിക്കുമ്പോൾ ഒരു പിക്ചറൈസ് ചെയ്ത് വായിച്ചു. വായിക്കുന്ന ആളല്ല, കേൾക്കുമ്പോൾ ഒരു പിക്ചർ മനസ്സിൽ വരട്ടെ. ആ ദൈവത്തിൻ്റെ സിംഹാസനം, അതിന് ചുറ്റും ഇങ്ങനെ ഈ സ്രാഫന്മാർ, മാലാഖമാരുടെ ഒരു വിഭാഗം അവരിങ്ങനെ നിൽക്കുന്നു. കർത്താവിൻ്റെ ആ തേജസ്സാണ് വസ്ത്രം എന്ന് പറയുന്നത്. അതിങ്ങനെ എല്ലാ ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്നു. ആ ആ ആ ആ ആ ആ. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ നിൽക്കുകയല്ല,
അവരെ എയറില്ല അല്ലേ, അവരെ എയറില്ല. നിൽക്കാൻ പേടിയാണ്. ദൈവസ്ഥനെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് ആർക്കും. എന്നിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ പറയും, തെറ്റില്ല. സത്യം പറഞ്ഞാൽ അത് ആരാധനയല്ല. കാരണം ഒരുത്തനോടൊരുത്തനാണ് പറയുന്നത്. ഒരുത്തൻ പറഞ്ഞാൽ ആരാധനയാകുകയില്ല, ദൈവത്തോട് പറഞ്ഞാലേ ആരാധനയാകുള്ളൂ. വാസ്തവത്തിൽ ഇവർക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള പവറില്ല. നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിലോട്ടൊക്കെ കയറി ചെല്ലുമ്പം കാണാം SI വരുമ്പോൾ കോൺസ്റ്റബിൾ സല്യൂട്ട് അടിക്കുന്നത്. അത് ആരാധനയല്ല, അത് ബഹുമാനം കൊണ്ട് ചെയ്യുന്നത്. ഇല്ല, പണി പോവും. അത് എത്ര ഉള്ളു കാര്യം. അപ്പോൾ ഒരുത്തനോടൊരുത്തൻ പറയും, അയ്യോ ദൈവം എന്തൊരു വലിയ ദൈവമാണ് എന്നിവർ പറയുക. എന്നാൽ നമ്മൾ പറയുന്നത്, കർത്താവേ നീ എത്ര നല്ലവനാണ്. എന്നാ വ്യത്യാസം അറിയോ? അബ്ബാ പിതാവേ. നമുക്ക് നമ്മുടേതായ ചില കൾച്ചറുകളൊക്കെ ഉണ്ട്. കർത്താവിനെ ഡാഡി എന്നൊക്കെ വിളിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അത് നിങ്ങളുടെ മുറിയിൽ അങ്ങനെ വിളിച്ചു, കുഴപ്പമില്ലല്ലോ. പല കാര്യങ്ങളും ബൈബിളിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പേടിയാം. ദൈവത്തിന് സ്തോത്രം. പറയാൻ വന്ന വിഷയത്തിലേക്ക് വരാം. ഇങ്ങനെ ഒരു സ്വർഗീയ രംഗം കണ്ടു. ആരാധനയെന്നോ സ്തുതിയെന്നോ എന്ത് വേണമെങ്കിൽ പറഞ്ഞാൽ അതിന് വാസ്തവത്തിൽ ഒരുത്തനോടൊരുത്തൻ പറഞ്ഞിങ്ങനെ സല്യൂട്ട് ചെയ്യുന്ന രംഗമാണ്. ദൈവത്തെ സ്തുതിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. വർഷിപ്പ് അതിലും കൂടിയതാണ്. അതുകൊണ്ടാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുന്നത്. പ്രൈസിൽ തുടങ്ങി വർഷിപ്പിലെത്തുകയാണ്. വർഷിപ്പിലെത്തിയാൽ പിന്നെ ചിലപ്പോൾ ശബ്ദമൊന്നും കേട്ടെന്നിരിക്കില്ല, ചിലപ്പോൾ വീണ് കിടന്ന് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. ബീഹാറിൽ കഴിഞ്ഞ ദിവസം നടന്ന ഞങ്ങളുടെ ഒരു ലീഡേഴ്സിൻ്റെയും എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു മീറ്റിംഗാണ്. ഞാൻ ഈ കുറച്ച് നാളായിട്ട് ഈ ഹോളി സ്പിരിറ്റിൽ മൂവ് ചെയ്യുന്ന ഒരൊറ്റ സ്വപ്നമേ മനസ്സിലുള്ളൂ. അപ്പോൾ അങ്ങനെ ശുശ്രൂഷിക്കുമ്പോൾ ആ 2-ാം ദിവസത്തെ മീറ്റിംഗ് രാവിലെ 11 മണിക്ക് ഞാൻ എഴുന്നേറ്റു. ഒരു 11:45 ആയപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി ഈ സംഗതി എൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണ്. അതിശക്തമായ ആത്മപകർച്ച അവിടെ ഉണ്ടായി. 32,000 പേരുണ്ടെന്ന് തോന്നുന്നു, അത്രയില്ല, ഇച്ചിരി കുറവാണ്. പെട്ടെന്നൊരു സ്ത്രീ ഉറക്ക കരയാൻ തുടങ്ങി. അത് ഇത്രയും ആളുടെ ഉറക്കൊക്കെയൊക്കെ കരച്ചിൽ. എനിക്ക് അങ്ങനെ പോയി തലയെ കൈവച്ച് ശാസിക്കാൻ തോന്നിയില്ല. എന്നാൽ വേറെ പലർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. പലരും വന്ന് അഭിഷേകം പ്രാപിച്ചു. ഞാൻ ഈ സ്ത്രീയുടെ അടുത്തേക്ക് പോയേയില്ല. കാരണം അവർ ബഹളമൊന്നുമില്ല, ഒരു വെറുതെ ഉറക്ക കണ്ണുനീര് ഇങ്ങനെ ഒഴുകുക. ആ മീറ്റിംഗ് തീർന്നപ്പം 3 മണിയായി. സ്തോത്രം. ദൈവസാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഒരാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കുറേ സമയം അവർ പാടുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ദൈവസാന്നിധ്യം ആ ഹോളിലോട്ട് ഇറങ്ങിയപ്പോഴേക്കുമാണ് ആളുകളിങ്ങനെ കരയാനും ഒക്കെ പലതും അവിടെ സംഭവിക്കാൻ തുടങ്ങി. സ്തോത്രം. ആ സ്ത്രീക്ക് എന്താ സംഭവിച്ചെന്നറിയാമോ? ആ സ്ത്രീക്ക് 9 വർഷമായി ഒരു ചെവിയിൽ നിന്ന് പഴുപ്പൊഴുകുകയാണ്. ഒരു ഗ്രാമീണരായ മനുഷ്യരല്ലേ, അവരിങ്ങനെ ഹൈജീനിക്കൊന്നും അല്ല, ട്രീറ്റ്മെൻറ്റൊന്നും അറിയില്ല. ചെറിയ ക്ലിനിക്ക്, അവിടെ SLC പഠിച്ച ഒരു ഡോക്ടർമാരാണ്, കമ്പൗണ്ടർമാരും ഒക്കെ. ഡോക്ടറൊന്നും ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥലമാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ അവിടെ. അപ്പോൾ ഒരു മരുന്നും ഫലിക്കുന്നില്ല. അവർ ഇത്രയും കോട്ടനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ ബാഗിനകത്ത്, സഞ്ചിക്കകത്ത് കോട്ടനായി പസ് തുടയ്ക്കാൻ. ആ സ്ത്രീ സാക്ഷ്യം പറഞ്ഞത്, ഈ 11:45 സമയത്തൊരു ശക്തമായൊരു കാറ്റ് അവരുടെ മേലെ അടിക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അവരുടെ ഹൃദയം പൊട്ടി അവർ കരയുക. സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ടാണ്. ഇനിയും കേൾക്കണോ?
3 മണിക്ക് യോഗം നിർത്തുമ്പോഴും അവർ കരയുക. ആളുകളൊക്കെ എഴുന്നേറ്റ് പോയി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നാക്സിനും ചായ കുടിക്കാനും ഒക്കെ ആയിട്ട് പോയി. ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് വന്നവർക്ക് ചോറുണ്ട്. ഞങ്ങൾ മുകളിൽ പോയിരുന്ന് ചോറ് കഴിക്കുമ്പോൾ ഞങ്ങളുടെ സഭയിൽ നിന്ന് പോകുന്നവരും ഞങ്ങളുടെ പാസ്റ്റർമാരും ഒക്കെ ആയിട്ട് കുറേ പേരുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ പരീശന്മാർ. അപ്പോൾ നാട്ടിൽ നിന്ന് വന്ന ഒരു പരീശന്മാരുടെ പ്രമാണിയായ ഡാഷ് എന്നു പേരുള്ള ആൾ എൻ്റെ കൂടെയുള്ള ദേവദാസന്മാരോട് ചോദിക്കുക, നിങ്ങൾ ഇത്രയും പ്രവാചകന്മാരും ഉണർവ് പ്രസംഗികന്മാരും ഇവിടെ ഉണ്ടായിട്ട് ആ സ്ത്രീ എത്ര മണിക്കൂറാണ് കരഞ്ഞ് അവരുടെ ഭൂതത്തെ എന്നെ പുറത്താക്കാൻ ഞാൻ ചോദിച്ചു. ആത്മനിറവിനോട് ഇഷ്ടമില്ലാത്ത യോജിക്കാത്ത ഒരു തലമുറയുണ്ട്. അവരെ മുടക്കവും വേണ്ട, അവരോട് ഉടക്കവും വേണ്ട. അവരൊരു സൈഡിൽ കൂടെ പൊക്കോട്ടെ. അവർ ഈ സഭയിൽ നിന്ന് പോകത്തുമില്ല, അവർ സഭയെ കാണും. കാരണം ഇത് ഉടക്കണ്ടേ. ബ്രദറിൽ പോയാൽ അവർക്ക് ഉടക്കാനൊരു സബ്ജക്റ്റ് ഇല്ല. ഇവർക്കിത് ഇഷ്ടമില്ല. ഇവർ ബ്രദറും കൂട്ടാമേ പോയി. ഈ ബ്രദറുകാർ നല്ല മനുഷ്യരാണ്, ഇങ്ങോട്ട് പോയാൽ മതി. പോവുകയില്ല, കാരണം ഉടക്കണ്ടേ. പ്രൈസ് ദി ലോർഡ്. ഈ ചോദ്യം ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ വന്ന പാസ്റ്റർമാരെല്ലാം വെള്ളം കുടിക്കുക. കാരണം ശരിയാണല്ലോ, സാറ് പരീക്ഷ പ്രമാണി പറഞ്ഞത് ശരിയാണല്ലോ. വിഷമിച്ചിരിക്കുക, ആരും മിണ്ടുന്നില്ല, മൗനമായി. മൗനതയുടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ സാറിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കൈ ചൂണ്ടി ചോദിച്ചു, സാറേ അത് ഭൂതാണെന്ന് സാറിന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ പറയുന്നേ ഉള്ളൂ. എനിക്കറിയാം എങ്ങനെയാണല്ലോ എൻ്റെ പോക്ക്. ഞങ്ങൾ 5 മണിക്ക് 6 മണിക്കത്തെ കൂട്ടായ്മയ്ക്ക് ചെല്ലുമ്പോൾ ഈ സ്ത്രീ സാക്ഷി പറയുക, ദൈവം എന്നെ സൗഖ്യമാക്കി. ഞാൻ കൊണ്ടുവന്ന കോട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. ആ 11 മണിക്ക് ഞാൻ സൗഖ്യമായതാണ്. ഞാൻ 9 കൊല്ലം സഹിച്ച പെയിൻ ഇവിടെ തീർന്നു. അപ്പം ഞാൻ ഞങ്ങളുടെ സാറിനെ നോക്കി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ സാർ എവിടെയായിരുന്നെന്ന്? പ്രധാനപ്പെട്ട സ്ഥലങ്ങളില്ല. പ്രൈസ് ദി ലോർഡ്. സാർ പിന്നെ എന്നോട് സോറി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആത്മീയ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ നീ വളർന്നിട്ടില്ല. എന്നാണെന്നറിയാമോ? നിക്കോദിമോസോട് യേശു പറഞ്ഞത്, കാറ്റ് ഇഷ്ടമുള്ളത് തോന്നുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? നിന്നോട് ചോദിച്ചാൽ ചില പ്രവർത്തിക്കുന്നത് നിൻ്റെ ഐഡിയയിലും അല്ല. അവനൊരു പരമാധികാരമുള്ള ആളാണ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റിന് പരമാധികാരമുണ്ട്. എങ്ങനെ വേണേലും പ്രവർത്തിക്കാം, ആരിൽ വേണേലും പ്രവർത്തിക്കാം. ഇങ്ങനെയുള്ള ഒരു സ്വർഗീയ സ്തുതിയുടെയും മറ്റും അന്തരീക്ഷത്തിൽ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആ സ്വർഗീയ ദർശനം നമ്മുടെ യെശയ്യാവ് കാണുന്നു. വായിച്ചോ. നിറഞ്ഞു. അവരിങ്ങനെ ഉറക്കെ പറയുക, ഒറ്റ കാര്യം പറയുന്നുള്ളൂ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, ഹോളി ഹോളി ഹോളി. ആമേൻ. അതെ, അത് നല്ല ഒരു അന്തരീക്ഷം മാറ്റുന്ന വാക്കാണത്. സ്തോത്രം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എല്ലാം ചലിക്കാൻ തുടങ്ങിയെന്ന് അല്ലേ? ഉമ്മരപ്പടിയുടെ ദൈവസാന്നിധ്യത്തെ നാം ശരിക്ക് തിരിച്ചറിഞ്ഞ് റെക്കഗ്നൈസ് ചെയ്ത് റെസ്പെക്റ്റ് ചെയ്താൽ ആ ഒരു കുലുക്കം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്താൽ ദൈവത്തിന്റെ തേജസ് കൊണ്ട് ആലയം നിറയും. ദൈവത്തിന് എവിടെ മഹത്വം കരേറ്റുന്നോ അവിടെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരും. അവിടെ ചലനങ്ങൾ ഉണ്ടാകും. ഇനിയാണ് ഞാൻ പറയാമെന്ന കാര്യം. വായിച്ചോ. എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. മനുഷ്യൻ ഇപ്പൊ ദൈവത്തോട് അടുത്തുള്ള കുഴപ്പം തന്നെ മനസ്സിലായില്ലേ വായിച്ചിട്ട്?
പറഞ്ഞോ. നമ്മുടെ പോരായ്മകൾ വെളിപ്പെടും. ഇതാണ് പ്രശ്നം. ഇനിയും പറ, എടുക്കണോ വേണ്ടയോ? പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. സ്വതന്ത്രം. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, എടാ ഒത്തിരി ആത്മീയം വേണ്ട കേട്ടോ. സ്വതന്ത്രം. ബീഫ് കുറയ്ക്കുന്നത് നല്ലതാണ്. ഒരു പ്രായം കഴിയുമ്പോൾ ഷുഗർ കുറയ്ക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ ആത്മീയം കുറയ്ക്കണ്ട. ആത്മീയം കൂടിയിട്ട് ഒരു അപകടവും ഇല്ല. അറിവില്ലാത്തവർ പറയുന്നതാണ് ആത്മീയം കൂടിയിട്ടൊരു അപകടം വരികയില്ല. നമ്മുടെ പോരായ്മ നമ്മൾ തന്നെ അറിയണേ നല്ലതല്ലേ? അല്ലേ? ഒരു ഗ്രോത്ത് ഉണ്ട്. 4th സ്റ്റേജായിപ്പോയി. എന്നാൽ പിന്നെ ഫസ്റ്റ് സ്റ്റേജിൽ അറിയുന്നത് നല്ലതല്ലേ? അപ്പം ഇതൊരു ബുദ്ധിമുട്ടായിട്ട് കാണണ്ട. നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ബുദ്ധിമുട്ട് നമ്മളെ കാണാനാണ്. മറ്റുള്ളവരെ കാണാൻ നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മളെ കാണാനാണ് നമ്മൾ ഈ കണ്ണാടിയെല്ലാം വീട്ടിൽ മേടിച്ച് വെക്കുന്നത്. ഇവിടെ അത്രയില്ല, നാട്ടിലെല്ലാ മുറിയിലും കണ്ണാടിയാണ്. ഇതിനകത്ത് എല്ലാം തലമുടി ചെയ്യുക, കാറെ കയറിയിട്ട് ഒന്നുകൂടെ നോക്കും. കാരണം നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു ബാധിപ്പുമില്ല. ചിലർ ചീകിയും എടുത്തിട്ട് ചീപ്പെടുത്ത് എറിഞ്ഞിട്ട് പോകണതാണ്. കാരണം തലയിലൊന്നുമില്ല, പിന്നെ ചീപ്പ് എന്നാ ചെയ്യാൻ? ചിലടത്ത് മേടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ നോക്കുമ്പോൾ നമ്മളൊന്നും പെരട്ടണ്ടെന്ന് വെക്കും. കാരണം നമ്മൾ ഈ ഗസ്റ്റാണല്ലോ എല്ലായിടത്തും. ഒന്നാമത് കണ്ണാടി കൊണ്ടല്ല കയറുന്നത്. പിന്നെ ഇതെന്നാന്ന് വായിച്ചു പിടിച്ച് വരും. വേണ്ട, ഒന്നും ഇല്ലാതിരുന്നേക്കാൾ കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മളെ അങ്ങോട്ട് പിടിക്കുന്നില്ല. പിന്നെ ഏതോ ഒരു പെണ്ണ് ഒരു കാലത്ത് നമ്മളെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് കല്യാണം നടന്നു. ശരിയല്ലേ? തിരിച്ചു നോക്കണ തന്നെയാണ്. നിങ്ങളെല്ലാവരും ഭയങ്കര സുന്ദരിമാരായിട്ടൊന്നും അല്ല. ആർക്കാണ്ട് ഇഷ്ടപ്പെട്ടു. ആരോ ഒരാൾക്ക് ഒരു ദുർബല നിമിഷത്തിൽ ഇഷ്ടം, ഒരു ദുർബല നിമിഷത്തിലാവും. ഓക്കെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ പോവുക. ഇങ്ങനെ തന്നെ പൊക്കോട്ട് കേട്ടോ. എല്ലാവരും ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. ആരും ഒരു കുറവില്ല. ആമേൻ. നമുക്ക് നമ്മെ കാണാൻ കഴിയുന്ന ഒരു സ്ഥലം ദൈവ സാന്നിധ്യത്തിൻ്റെ സമയമാണ്. അതോരോ ആരാധനയിലും വെളിപ്പെടട്ടെ. ഓരോ കൂട്ടായ്മയിലും വെളിപ്പെടട്ടെ. ആമേൻ. അവൻ എന്നെ അറിഞ്ഞിടുന്നു, അവനിൽ കരുതിയിടുന്നു. അവൻ എന്നെ അറിഞ്ഞിടുന്നു, അവനിൽ കരുതിയിടുന്നു. ആവശ്യഭാരങ്ങൾ അണഞ്ഞിടുമ്പോൾ അവലംബമായി എനിക്കവൻ മാത്രമാ. ആവശ്യഭാരങ്ങൾ അണഞ്ഞിടുമ്പോൾ അവലംബമായി എനിക്കവൻ മാത്രമായി. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. തീരണം പാരിലെന്നാൾ തിരുപ്പാദ സേവയതാ. തീരണം പാരിലെന്നാൾ തിരുപ്പാദ സേവയതാ. ചേരും ഞാനൊടുവിലൻ പ്രിയനരികിൽ. അരുമയോടവൻ എന്നെ മാറോടണയ്ക്കൂ. ചേരും ഞാനൊടുവിലൻ പ്രിയനരികിൽ. അരുമയോടവൻ എന്നെ മാറോടണയ്ക്കൂ. കുരിശെടുത്തൻ ഹല്ലേലൂയ ജ്ഞാനന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനു
അവനിയിൽ കരുതിയിടുന്നു. അവനെന്നെ അറിഞ്ഞിടുന്നു. അവനിയിൽ കരുതിയിടുന്നു. ആവശ്യഭാരങ്ങൾ അണഞ്ഞിടുമ്പോൾ അവലംബമായെനിക്കവൻ മാത്രമാ. ആവശ്യഭാരങ്ങൾ അണഞ്ഞിടുമ്പോൾ അവലംബമായെനിക്കവൻ മാത്രമാ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. നമ്മളെ കർത്താവ് അറിയുന്നു, അത് ശരിയാ. പക്ഷെ നമ്മളറിയുന്നുണ്ടോ? 139 സങ്കീർത്തനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നെടുത്താട്ടെ, 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അറിഞ്ഞിരിക്കുന്നു, ഒരു സംശയമില്ല, കർത്താവിന് നമ്മളെ അറിയാം. അടുത്ത വാചകം, എന്ന് പറഞ്ഞാൽ കസേരയിരുന്ന് ചിരുന്നേക്കുന്ന കാര്യമല്ല. എൻ്റെ ഉയർച്ചയും എൻ്റെ താഴ്ചയും നീ അറിയുന്നു. എൻ്റെ വളർച്ചയും എൻ്റെ പുരോഗമനവും എൻ്റെ തളർച്ചയും നീ അറിയുന്നു. പിന്നെ ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് നീ അതറിയുന്നു. സ്തോത്രം. ദൈവത്തെ പറ്റിയുള്ള മനുഷ്യൻ്റെ വെളിപ്പാട് കണ്ടോ? അടുത്ത വാചകം, പിന്നെ എൻ്റെ വഴികളൊക്കെ ഭൂമിയിൽ ആർക്കും അറിയാൻ മേല, പക്ഷെ നിനക്കറിയാം. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലാൻ, എൻ്റെ പദ്ധതി, എൻ്റെ പ്രോജക്റ്റ് എല്ലാം നിനക്കറിയാം, എല്ലാം നിനക്കറിയാം. അടുത്തത് എന്ന് പറഞ്ഞാൽ ഒരു വാക്കുണ്ടാകുന്നത് എവിടെ നിന്നാണ്? ENT ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് ഈ അമ്മ എന്ന സാധനം പുറത്തേക്ക് വരുന്നതിന് മുമ്പ് സ്വർഗത്തിലെ കമ്പ്യൂട്ടറിൽ തെളിഞ്ഞു. നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. ഞാനൊരു വാക്ക് പറയണമെങ്കിൽ സദൃശവാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ, നാവിൻ്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. ഞാനതിലാണ് പിടിച്ചു നിൽക്കുന്നത്, ഞാനതിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വാക്കുകൾ ദൈവത്താൽ വരും. സ്തോത്രം. അപ്പോൾ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിനെ പിക്ചറാക്കണം. അതായത് നീ ഈ ആയുസിൽ 40 കൊല്ലം വർത്താനം പറഞ്ഞ് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നീ പറയുന്നതിന് മുമ്പ് റെക്കോർഡ് ചെയ്ത് കഴിയും. സ്തോത്രം. അതിലെന്തെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നിനക്കേ പറ്റുള്ളൂ, അതിപ്പോൾ ചെയ്തോണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെയല്ലേ ഇപ്പോഴത്തെ സിസ്റ്റം. എൻ്റെ ഫോൺ വർക്ക് ചെയ്യണ ഈ വിരൽ വരണം, ഈ വിരലിന് പകരം 1000 വിരൽ കൊണ്ടുവച്ചാൽ എൻ്റെ ഫോൺ അനങ്ങത്തില്ല. ഇത്രയും കാലം പുരോഗമിച്ചില്ലേ? അത് നീ പറഞ്ഞ വാക്കിൽ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത്. നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവില്ല. ആരോടെങ്കിലും സോറി പറയും, ഇപ്പൊ പറഞ്ഞോണം, പിന്നെ അവസരമില്ല. അടുത്തത് ആ ആ ആ ഇങ്ങനെ ദൈവപരിജ്ഞാനത്തിൻ്റെ പർവ്വതങ്ങളെ കയറുകയാണ് ഈ മനുഷ്യൻ. എന്നാൽ ഞാൻ നിങ്ങളെ ഒരു അത്ഭുതം കാണിക്കാം. ലാസ്റ്റ് 2 വാക്യം ഒന്ന് വായിച്ച്. അതിനകത്തൊരു കുഴപ്പമില്ലേ? ഒരു കുഴപ്പമില്ലേ? ഇത്ര നാൾ വായിച്ചിട്ട് ആ കുഴപ്പം കണ്ടോ? കുഴപ്പം ഞാൻ കാണിച്ചു തരാം. 1-ാം വാക്യം വായിച്ച്. അപ്പോൾ പിന്നെ ഇതെന്തിനാ പറയുന്നത്? എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ. അപ്പോൾ ഒരു കുഴപ്പമില്ലേ? എന്തോ ദാവീദിനാണോ കുഴപ്പം? നമുക്കാണോ കുഴപ്പം?
എനിക്ക് മനസ്സിലായത് പറയാം. ബൈബിൾ കോളേജ് പഠിച്ചതല്ല, ഇങ്ങനെ ധ്യാനിച്ചും പിടിച്ചുമൊക്കെ കിട്ടുന്ന ഒരു ആലോചന പറയാം. കർത്താവേ, എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് നിൻ്റെ കയ്യിലുണ്ട്, അത് എന്നെ ഒന്ന് കാണിക്കാവുന്നതാണ് ചോദിച്ചത്. സ്വതന്ത്രം. നമ്മൾ ചില മേജർ സ്കാനിങ്ങിനൊക്കെ ചെന്നാലേ റിപ്പോർട്ട് നമ്മുടെ തരികയില്ല. ആരാ കൂടെ ഉള്ളത് ചോദിക്കും. അപ്പോഴും തീരുമാനിച്ചിട്ടുണ്ടാൽ മതി, ഏതാണ്ട് കാര്യം തീരുമാനമായി എന്ന്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറയാ, എനിക്കൊരു പേടിയില്ല, എൻ്റെ തന്നേരെ. എൻ്റെ മനസാക്ഷിയെ നീ സ്കാൻ ചെയ്ത റിപ്പോർട്ട് എന്നെ ഒന്ന് കാണിക്കുന്നു ദൈവമേ, കാരണം എനിക്കത് തിരുത്താൻ ഇന്നേ കഴിയത്തുള്ളൂ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. പിന്നെ ഇതെല്ലാം അറിയാവുന്നല്ലേ ഒന്നാമത്തെ വാക്യം തൊട്ട് പറഞ്ഞത്. അത് നിനക്കറിയാം, പക്ഷെ എനിക്ക് അറിയില്ല. പാപം 3 തരമാണ്. 1 പരസ്യപാപം, 2 രഹസ്യപാപം, 3 മറഞ്ഞിരിക്കുന്ന പാപം. പരസ്യപാപം എന്ന് പറഞ്ഞാൽ എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അങ്ങനെയുള്ള പാപങ്ങളൊന്നും നമ്മളാരും ചെയ്യത്തില്ല, അല്ലേ? മറ്റുള്ളവർ അറിയാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുമോ? ചെയ്യത്തില്ല. ഒരു പാപം ചെയ്യത്തില്ല, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ല. എന്നാൽ പരസ്യപാപം ഒരിക്കലും ചെയ്യത്തില്ല. രണ്ടാമത്തേത് രഹസ്യപാപം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, എനിക്കറിയാം. മൂന്നാമത്തേത് മറഞ്ഞിരിക്കുന്ന പാപം, നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. അങ്ങനെയൊരു സംഭവമുണ്ട്. അതാ ഈ പറയുന്നത് വ്യസനത്തിലുള്ള അലം. അവിടെ എങ്ങനെയാ വായിച്ചേ? എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ എന്ന് പറഞ്ഞാൽ എൻ്റെ തിങ്കിങ് ശരിയല്ലെങ്കിൽ എനിക്കതൊന്ന് ബോധ്യപ്പെടുത്തി തരണേ. എൻ്റെ സ്വപ്നങ്ങൾ ശരിയല്ലെങ്കിൽ എനിക്കതൊന്ന് ബോധ്യപ്പെടുത്തി തരണമേ. എൻ്റെ പ്ലാനുകളും എൻ്റെ പദ്ധതികളും എൻ്റെ ഇമോഷൻസും എൻ്റെ ദേഷ്യവും എൻ്റെ പിണക്കും എൻ്റെ വാശി എൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, വഴി തെറ്റിയ പോണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ. പ്രൈസ് ദി ലോർഡ്. ഈ ട്രെയിനൊക്കെ ലേറ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ ട്രെയിനിൽ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ വണ്ടി പിടിച്ചിട്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യമാണ്, കൂടുതൽ നേരം പിടിച്ചിട്ടാണ്. എന്നിട്ട് യാത്രക്കാരിൽ ചില മിടുക്കന്മാരിറങ്ങിച്ചെന്ന് ഈ ലോക്കോ പൈലറ്റിനോട് ചൂടായി. അങ്ങനെ പുള്ളി പറഞ്ഞു, നിങ്ങൾ 2000 പേരും ചാകാതിരിക്കാനാണ് ഇപ്പോൾ ഇതിവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. കാരണം ഈ പാളത്തെ കൂടെ വേറൊരു വണ്ടി വരുന്നതായി അറിവ് കിട്ടി, അതുകൊണ്ട് ഇത് പിടിച്ചിട്ടിരിക്കുക. ദൈവത്തിന് അറിയാവുന്ന പോലെ വല്ലവർക്കും വല്ലതും അറിയാവോ? ഹല്ലേലൂയ. ഒരു ദൂത് അതിനിടയ്ക്ക് പറയാം. ചില കാര്യങ്ങൾ ഡിലേ വരുമ്പോൾ ദൈവം എന്തോ പ്ലാൻ ഇട്ടിട്ടുണ്ട്, ദൈവം എന്തോ പ്ലാൻ ഇട്ടിട്ടുണ്ട്, ദൈവം എന്തോ തടയുകയാണ്, ദൈവം എന്തോ മാറ്റുകയാണ് നിന്റെ മുമ്പിൽ നിന്ന്. ഒന്ന് കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ആരോ ഒരാൾ എഴുതി വെച്ചു, ഡിലേ ഈസ് നോട്ട് ഡിനൈൽ. വൈകി എന്നോർത്ത് ദൈവം തള്ളിക്കളഞ്ഞതല്ല, ദൈവം മറന്നതല്ല, ദൈവം ഉപേക്ഷിച്ചതല്ല, അധികം നല്ലത് തരാൻ വേണ്ടിയാണ്. അതേ കർത്താവേ, ഞങ്ങളത് ഏറ്റെടുക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. അപ്പോ ജീസസ് വായിച്ചോളൂ ബാക്കി കൂടെ. ആമേൻ. തീർന്നില്ലേ? അതല്ലേ സങ്കീർത്തനത്തിന് ലാസ്റ്റ് അല്ലേ? അതെ. ഞാൻ ആ വാക്യം എൻ്റെ ചർച്ചിൽ എന്ന് പറഞ്ഞാൽ ഞാൻ സഭാ ചാർജ് ഉള്ള ഉപദേശിയ, അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതി വെച്ച് തിരിച്ചു പോടെ. എനിക്കത് എൻ്റെ ഒരു വലിയൊരു വീക്ക്നെസ്സാണ്. എനിക്കെൻ്റെ ചർച്ച്, എനിക്ക് മാത്രമല്ല അവർക്കും അതെ. അമ്മച്ചിമാരെല്ലാം ഈ പ്രാവശ്യം ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പാർസക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ പൊക്കോട്ടെ, ആൻറ്റി എന്തിനാ പോണേ?
ആൻറ്റി ഇന്നുവരെ പ്രസംഗിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പോകരുത്. കാരണം ഒരാളെയെങ്കിലും കണ്ടാൽ അവർക്കൊരു കംഫർട്ടാണെന്ന് അവർ പറയുന്നത്. അതല്ലേ നമ്മുടെ ഈ സന്തോഷം. ഇയാളൊന്ന് മാറിക്കിട്ടണേ എന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണേലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഞങ്ങളുടെ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ പറയും, പ്രസംഗം കൂട്ടരുത്. കാരണം അവർ ആമയും പറയുന്നത് നിർത്താൻ വേണ്ടിയാണ്. കൂടെ കൂടെ ആമയും പറയുമ്പോൾ പിള്ളേരുടെ വിചാരം ഇനി പറഞ്ഞോളാനാന്നാ. കൂട്ടരുത്. കാരണം അങ്ങനെയാണ്. അത് കുറേ നാളാകുമ്പോൾ മടുക്കും ആളുകൾ. കാരണം രാവിലെ ഒരെണ്ണം, 8:00 ഒരെണ്ണം, പിന്നെ തീരാൻ നേരത്തെ ഒരെണ്ണം, എല്ലാം കേട്ട് കേട്ട് ഈ മനുഷ്യർ മടുക്കുന്നേ. ദൂതുള്ളപ്പോൾ സമയം എടുക്കണം, അല്ലാത്തപ്പോൾ എന്ത് ചെയ്തോണം? വലിയ പാട്ടൊക്കെ പാടി കാര്യങ്ങൾ നടത്തിക്കോണമെന്ന് പാസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ ഒരു രഹസ്യം പറഞ്ഞതാ. അത് നിങ്ങളോടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ എൻ്റെ ചർച്ചിൽ ഈ വാക്യം പഠിപ്പിച്ചു. എനിക്ക് വെളിപ്പെട്ടപ്പം എന്ന് പറഞ്ഞ് ഇങ്ങനെ ദൈവം മനസ്സിലാക്കി തന്നപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാൻ പറഞ്ഞു. ചർച്ചിലെല്ലാവർക്കും ഡയറി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൊണ്ടുവരും. പ്രസംഗം മിക്കവാറൊക്കെ നോട്ട് ചെയ്ത് വെക്കും. അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ട്. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ എഴുതാം. എൻ്റെ കർത്താവേ, എൻ്റെ വ്യസനത്തിനുള്ള മാർഗങ്ങൾ എന്നിലുണ്ടെങ്കിൽ അതെനിക്ക് കാണിച്ചു തരണമേ. ബാക്കി ഒന്നുകൂടെ വായിച്ചേ. എൻ്റെ വ്യസനത്തിനുള്ള മാർഗം, അല്ലാതെ വേറെ ആരുടെ അല്ലല്ലോ, അല്ലേ? അപ്പോൾ വ്യസനത്തിനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ആരുടെ വ്യസനത്തിന്? നമ്മുടെ. എൻ്റെ വ്യസനത്തിലുള്ള മാർഗം എവിടെയാണ് ഇരിക്കുന്നത്? ഇവിടെയാ. നമ്മൾ വേറൊരാളെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടുന്നേ ഉള്ളൂ. നമ്മുടെ വ്യസനത്തിനുള്ള കാരണം നമ്മളിലാണ്. ഇത് മറ്റൊരാളിലാണെന്ന് നമ്മൾ ആരോപിക്കും തോറും ഇതിൽ നിന്ന് വിടുതലില്ല. നമ്മളിൽ എന്തോ ക്രമീകരണം വരുത്താൻ ദൈവം അനുവദിച്ചതാണത്. അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആ വ്യസനത്തിൻ്റെ മാർഗത്തിൽ നിന്ന് നാം പുറത്തു വരും. അപ്പോൾ പിന്നെയും എനിക്കതിനെക്കുറിച്ച് ഒരു കർത്താവ് തന്ന ഒരു ജ്ഞാനം, അതിങ്ങനെ എഴുതി. എനിക്ക് കാണാൻ കഴിയാത്തതും എനിക്ക് കേടുവരുത്തുന്നതുമായ എൻ്റെ ചിന്തയിൽ നിന്നും, എൻ്റെ സ്വഭാവത്തിൽ നിന്നും, എൻ്റെ വാക്കുകളിൽ നിന്നും, പ്രവൃത്തിയിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ഒത്തിരി വർഷങ്ങളായി അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്, എഴുതി വെച്ചിട്ട്. എനിക്ക് കാണാൻ കഴിയാത്തതും എനിക്ക് കേടുവരുത്തുന്നതുമായ എൻ്റെ ചിന്തകൾ, എൻ്റെ ഭാവങ്ങൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ, ഇവയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങിയത് ദൈവത്തോടിച്ചിലൂടെ അടുക്കണം എന്ന് നാം വിചാരിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമ്മുടെ കുറവുകൾ വെളിപ്പെട്ടു വരും. ഇല്ലെങ്കിൽ വെളിപ്പെടത്തില്ല. ഇനി ഒരു മിനിറ്റ് യെശയ്യാവിൻ്റെ പുസ്തകം തുറന്നേ, 5-ാം അധ്യായം എടുത്തേ, 18-ഉം 19-ഉം വായിക്കാം. വായിച്ചു. അയ്യോ കഷ്ടം. ഒരു കൂട്ടം ആളുകളെ നോക്കിക്കൊണ്ട് ഈ മനുഷ്യൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്, അയ്യോ കഷ്ടം, നിങ്ങളിങ്ങനെ നശിച്ചു പോയല്ലോ. വാക്യം 20. അയ്യോ കഷ്ടം. ഇനി നിങ്ങൾ വായിച്ചാൽ ഇങ്ങനെ പല പ്രാവശ്യം മനുഷ്യൻ പറയുന്നുണ്ട്. 21 കൂടെ വായിച്ച് ഇങ്ങോട്ട് വരുമ്പം 20
ആ, അയ്യോ കഷ്ടം. സ്തോത്രം, 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 സ്തോത്രം. ആ മനുഷ്യൻ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല അവനിൽ പോരായ്മകളുണ്ടെന്ന്. അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ കുറ്റങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അവർക്ക് കുറ്റം, ഇവർക്ക് കുറ്റം, ആളുകളുടെ ദോഷങ്ങൾ കാണുന്ന കണ്ണാണ് അദ്ദേഹത്തിൻ്റേത്. അത് ശരിയുമാണ്. എന്നാൽ അയാൾക്കോ മറ്റുള്ളവർക്കോ കാണാൻ മേലാത്ത പോരായ്മകൾ അയാളിലുണ്ടായിരുന്നു. ഒരു ഉണർവയക്കാൻ ദൈവം പ്ലാനിട്ടപ്പോൾ അയാളെ ദൈവം ഒരു ഇൻസൈറ്റ് കൊടുക്കുകയാണ്. അകത്തോട്ട് ദൈവം ഒരു ലൈറ്റ് അടിപ്പിക്കുകയാണ്. ദേ ഇതാണ് നീ. സ്തോത്രം. വായിച്ചു യെശയ്യാവിലെ ആദ്യത്തെ നമ്മുടെ 6-ാം അധ്യായത്തിലെ. ആ, ആ, ആമേൻ. ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ആൾക്കാരുടെ കൂടെ ഇടപഴകുന്നത് കാരണം ഞാനും അങ്ങനെ ഒരാളായി മാറി. വ്യാജവും ഭോഷ്കും മാത്രം സംസാരിക്കുന്ന ആളുകളുടെ കൂടെ ഇടപെട്ട് എൻ്റെയും അധരങ്ങൾ അശുദ്ധമായിരിക്കുന്നു. ഞാൻ നശിച്ചു. അപ്പോൾ 6-ാം വാക്യം. ആമേൻ. അവൻ അറിഞ്ഞു, അവൻ അംഗീകരിച്ചു, അവൻ അപേക്ഷിച്ചു. അപ്പോൾ ദൈവം അതിന് പരിഹാരം ഉണ്ടാക്കി. നമ്മളറിയാതെ നമുക്ക് അംഗീകരിക്കാനും ഒക്കത്തില്ല, അപേക്ഷിക്കാനും ഒക്കത്തില്ല. അപ്പോൾ ദൈവത്തോട് നാം ഒരു പടി കൂടി അടുത്താൽ ആദ്യം സംഭവിക്കുന്നത് നമുക്ക് നമ്മെ തന്നെ കാണാനിടയാകും. പക്ഷേ അത് നമ്മളെ തള്ളിക്കളയാനല്ല, നമ്മളെ ശുദ്ധീകരിക്കാനാണ്. അങ്ങനെ ശുദ്ധീകരിച്ചാൽ ദൈവം നമ്മെ ദൗത്യമേൽപ്പിക്കും. ആരെനിക്ക് വേണ്ടി പോകും. അപ്പം കർത്താവിന് ചിലരെ അയക്കണമെന്നുണ്ട്. ഈ കൂട്ടായ്മയിലുള്ള യുവാക്കളോട് പറയുന്നു, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുകയും നിങ്ങൾ അനുഗ്രഹം വിതരണം ചെയ്യുകയും ചെയ്യണം. നിങ്ങളെ ദൈവത്തിന് അയക്കണമെന്നുണ്ട്. അതിനുവേണ്ടി ഹൃദയത്തെ ഒരുക്കുക. കർത്താവിനോട് നമ്മൾ അടുത്തു വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കാണാൻ സാധിക്കും. നമ്മുടെ കുറവുകളെ കാണാൻ സാധിക്കും. നമുക്ക് ശുദ്ധീകരണം ലഭിക്കും. സ്തോത്രം, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ നമുക്കൊന്ന് അടുത്തു വരാം. കർത്താവിനോട് അടുത്തു വരാം. ആ തീക്കനൽ ഇന്ന് നമ്മുടെ നാവിനെ ഒന്ന് തൊട്ടെങ്കിൽ സ്വർഗീയ തീയെപ്പറ്റി ആളുകൾക്കൊന്നും അറിയില്ല. സ്വർഗീയ തീയെ അതിനെപ്പറ്റി ഒന്നും അറിയാതെ അതും ഇതുമൊക്കെ പറയുന്നൊരു തലമുറയുടെ നടുവിലാണ് നമ്മൾ വളർന്നു വരുന്നത്. നമ്മളീ പറയുന്ന ഒന്നും നരകത്തിലെ തീയുടെ കാര്യമല്ലെന്നേ. നരകത്തിലെ തീ വേണമെന്ന് നമ്മൾ പറഞ്ഞില്ല. പക്ഷെ സ്വർഗത്തിലെ തീ വേണോ? തീ അതാ ഇവിടെ കണ്ടത്. സ്വർഗത്തിലെ തീ എന്തു ചെയ്തു? ശുദ്ധീകരിച്ചു. അത് എവിടെയാ തൊട്ടത്? നാവിനെയാ തൊട്ടത്.
അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? പുതിയ നിയമത്തിൻ്റെ വെളിപ്പാടാത്. പുതിയ നിയമത്തിലെ സകല ശുശ്രൂഷ നാവുകൊണ്ട്, കൈകൊണ്ടല്ല, നാവുകൊണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറയാനുള്ള നാവാ ഇത്. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോ എന്ന് പറയാനുള്ള നാവാ ഇത്. ഈ നാവിനാണ് ഒരു അഗ്നിയുടെ സ്പർശനം വേണ്ടത്. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് വേണം ഇന്ന് രാത്രി ഒരു അഗ്നിയുടെ സ്പർശനം? എത്ര പേർക്ക് വേണം? സ്തോത്രം, 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 സ്തോത്രം. ഞാനങ്ങനെ സ്വപ്നം കാണുന്നു, ഞാനങ്ങനെ വിശ്വസിക്കുന്നു. ഇപ്പോൾ ചിലരുടെ നാവിന്മേൽ ദൈവത്തിൻ്റെ തീ ഇറങ്ങട്ടെ. സ്തോത്രം, 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 സ്തോത്രം. പുതിയ ഭാഷകൾ ലഭിക്കട്ടെ, പുതിയ ഭാഷകൾ ലഭിക്കട്ടെ. കൃപാവരങ്ങളിലേക്ക് ചിലർ ചലിക്കട്ടെ. വെളിപ്പാടിൻ്റെ തലങ്ങൾ ഈ സഭയ്ക്ക് തുറന്നു വരട്ടെ. പ്രവാചകന്മാരും ഈ സഭയിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളുമുള്ള ഒരു സഭയായി ഈ സഭ മാറട്ടെ. ഈ സഭയുടെ മുകളിൽ ഒരു ആത്മതലം ഓപ്പണാകട്ടെ, 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 ഓപ്പണാകട്ടെ. ഇത്രയും ആരോഗ്യമുള്ള യൗവനക്കാർ, ഇത്രയും സൗന്ദര്യമുള്ള യൗവനക്കാർ, ഞാൻ ഇവരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇത് ദൈവത്തിന്റെ സമയമാണ്. നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാം, ഞാൻ അതിനെ നിറയ്ക്കും. ഇന്നൊരു പുതിയ നിറവിന്റെ രാത്രിയാണ്. ഇന്നൊരു പുതിയ വിസ്ഡം ചിലർക്ക് ലഭിക്കുകയാണ്. ഇന്നൊരു പുതിയ ഭാഷ ചിലർക്ക് ലഭിക്കുകയാണ്. ഓ, ഇന്നൊരു പുതിയ സ്വാതന്ത്ര്യം, ഒരു പുതിയ ശുദ്ധീകരണം, ഒരു പുതിയ അധികാരം. എല്ലാ കണ്ണുകളും അടച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് ചിലരെ ദൈവം കൂടുതൽ അടുപ്പിക്കുന്ന രാത്രിയാണ്. അപ്രതീക്ഷിതമായിട്ട് ഈ വചനം നമ്മൾ എടുത്തത്, ഇതിനകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്ന രാത്രിയാണിത്, തൊടുന്ന രാത്രിയാണിത്. ഞാൻ അങ്ങനെ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ശ്രദ്ധിക്കൂ, നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒന്നും അടുക്കാൻ പറ്റിയല്ല. നമ്മൾ അടുത്തത് നമ്മുടെ ഗുണം കൊണ്ടുമല്ല, കൃപയാണ്. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 10 കൊല്ലം കൊണ്ട് എത്ര കർത്താവ് തന്നെ അടുപ്പിച്ചു അല്ലേ? വചനത്തോട് അടുപ്പിച്ചു, സഭയോട് അടുപ്പിച്ചു, കൃപയോട് അടുപ്പിച്ചു, സ്നേഹത്തോട് അടുപ്പിച്ചു, ക്രൂശിനോട് അടുപ്പിച്ചു. ഒരു സ്റ്റെപ്പ് കൂടെ ഇന്ന് രാത്രി അടുക്കുന്ന രാത്രിയായി മാറട്ടെ. വൺ സ്റ്റെപ്പ് ക്ലോസർ ടു ദ ലോർഡ്. കൊതിയോടെ പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, അത് കൂടുതൽ വിശുദ്ധി ഉള്ളവരല്ല കൂടുതൽ ദൈവത്തോട് അടുക്കുന്നത്. കൂടുതൽ വിശുദ്ധി എന്ന് പറയുന്ന സ്വയനീതി വരും അതിനകത്ത്. യെശയ്യാവിന് കുറവുകൾ ഉള്ളപ്പോഴാണ് അവനെ ദൈവം അടുപ്പിച്ചത്. എന്നിട്ട് കർത്താവ് തന്നെ സ്വർഗത്തിലെ കനലയച്ച് അവനെ ശുദ്ധീകരിച്ചതുപോലെ നീ ആത്മാർത്ഥമായിട്ട് അടുക്കാൻ ആഗ്രഹിച്ചാൽ ആ തീക്കനൽ കെട്ടിട്ടില്ലെന്നേ. ആ തീക്കനൽ ഇന്ന് രാത്രിയിൽ ലൈവാണെന്നേ. അത് ഈ ചെറിയ കൂട്ടായ്മയ്ക്കകത്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്നേ.
എന്തൊരു കാഴ്ചയാണ് യശയ്യാവിൽ നാം കാണുന്നത്. ഒരു പ്രവാചകന്റെ നാവ് തമ്പുരാൻ പറഞ്ഞ ആത്മപ്രേരണ കൊടുത്തു കാണും, നാക്ക് നീട്ടി പിടിക്കടാന്ന്. നീ ഇത്രയും നാളും പ്രസംഗിച്ച ആ നാക്ക് നീട്ടിപ്പിടി. ഇത്രയും നാളും പാടിയ നാവ്, ഇത്രയും നാൾ ഹല്ലേലൂയ പറഞ്ഞ നാവ്, ഇത്രയും നാൾ സാക്ഷി പറഞ്ഞ നാവ്, ഇത്രയും നാൾ പ്രാർത്ഥിച്ച നാവ് ഒന്ന് നീട്ടിപ്പിടിക്കടാന്ന് യശയ്യാവിനോട് പറഞ്ഞു കാണും. അവനിങ്ങനെ കാണുകയാ, ഓ കെരൂബുകളിൽ ഒരുത്തൻ സ്വർഗത്തിൽ നിന്ന്. എന്നാ പിന്നെ ഐസ് കട്ട കൊണ്ടുവരാൻ മേലായിരുന്നു, റോസാപ്പൂ കൊണ്ടുവരാൻ മേലായിരുന്നു, കേക്ക് കൊണ്ടുവരാൻ മേലായിരുന്നു, അലുവ കൊണ്ടുവരാൻ മേലായിരുന്നു. ഇതൊക്കെ വേണേ ദൈവത്തിന് കൊണ്ടുവരാൻ മേലേ. എന്തിനാ തീക്കട്ട കൊണ്ടുവന്നേ? എന്തെങ്കിലും കാണും അതിനകത്ത്. നീ വെറുതെ പൊട്ടനെ പോലെ പറ, എനിക്കൊരു അഗ്നിയുടെ സ്പർശനം വേണം, എനിക്കൊരു അഗ്നിയുടെ സ്പർശനം വേണം. പ്രാർത്ഥിച്ചോ 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 പ്രാർത്ഥിച്ചോ. നമ്മൾ പ്ലാൻഡ് ഒന്നും അല്ല, പക്ഷെ ഇന്ന് രാത്രി ചിലത് സംഭവിക്കും. മുൻകൂട്ടി ക്രമീകരിച്ചില്ല, അത്രയും ചിന്തിച്ചില്ല, പക്ഷെ ഇന്ന് രാത്രി നിനക്ക് ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ദൈവത്തിന് തേജസ് ഇറങ്ങണമേ, ദൈവത്തിന്റെ തീ ജനത്തെ തുടരണമേ, യൗവനക്കാരെ തുടരണമേ. ഇതാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. നാവ് കണ്ടോ, നാവുമായിട്ട് കണക്റ്റും വരുന്നുണ്ടോ? നാവിന്മേലാണ് പവർ ഇരിക്കുന്നത്. ജീസസ്. നിന്റെ പ്രാർത്ഥനയുടെ ശൈലി മാറിപ്പോവും ഈ ഒരു സ്പർശനം നാവെ കിട്ടിയ. തരണേ എന്നുള്ള നിലവിളി മാറിയിട്ട് അവന്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് നീ മാറും. അധികാരത്തിന്റെ ലെവൽ ഇന്ന് രാത്രി വെളിപ്പെട്ട് വരട്ടെ. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? ഈ രാജ്യത്തെ സ്പർശിക്കാൻ ഈ സഭയെ ദൈവം ഉപയോഗിക്കുമെന്ന്? ഒത്തിരി ദൈവത്തിൽ നടന്നുപോയി രാജ്യത്തെ സ്പർശിക്കാൻ നമ്മുടെ സഭയെ ദൈവം ഉപയോഗിക്കുമെന്ന സ്വപ്നം കാണാൻ കഴിയുമോ? ഹല്ലേലൂയ.